ഉമ്മ ഉണ്ടല്ലോ ഞങ്ങൾക്കൊരു ദിവസം ഒരു പച്ചച്ചക്കര കഷ്ണം കൊണ്ട് തന്നു കേട്ടോ. എനിക്കെന്താണെന്നറിയില്ല, അത് കണ്ടപ്പോൾ അന്ന് തന്നെ ചക്ക വറുത്തിട്ട് തിന്നാൻ ഭയങ്കര ഒരു കൊതി. പിന്നെ ഒന്നും നോക്കിയില്ല, ഇത്രയും കാലം അമ്മ ഉണ്ടാക്കി തന്ന് കഴിച്ചിട്ടല്ലേ ശീലമുള്ളൂ. പക്ഷേ എന്നാലും മുന്നെപ്പോഴോ ഞാൻ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്, അന്ന് നന്നായി വന്നിരുന്നു കേട്ടോ. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ചക്ക വറുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഉള്ള ചോളയൊക്കെ നന്നാക്കി എടുത്തിട്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു വീതിയുള്ള ചക്കയായിരുന്നു കേട്ടോ. എന്നാലും ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം കഷ്ടപ്പെട്ട് നൈസാക്കി കട്ട് ചെയ്തെടുത്തു. കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തു. പക്ഷേ ഇത് എത്ര പൊരിച്ചിട്ടും അങ്ങ് മുരിഞ്ഞു വരുന്നില്ല. മുരിപ്പിക്കാൻ നോക്കുമ്പോൾ കരിഞ്ഞു പോവുക. പക്ഷെ എന്നാലും വേണ്ടിയില്ല, കൊതിയെല്ലാം ചേച്ചിട്ട് ഞാൻ പിന്നെയും അടുത്ത ട്രിപ്പ് നോക്കി, അതും അതുപോലെ തന്നെ. പിന്നെ ലാസ്റ്റാണ് അറിഞ്ഞത് ഇത് പഴഞ്ചക്കയായിരുന്നു ഗൈസ്. അപ്പോൾ പഴഞ്ചക്ക പൊരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം എൻ്റെ ബുദ്ധിയിൽ ഓടിയില്ല. പിന്നെ അത് പഴഞ്ചക്കയെന്ന് ഞാൻ അറിഞ്ഞതുമില്ല, അത്ര തിരിച്ചറിയാനുള്ള ബുദ്ധിയൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും അത് ഫ്ലോപ്പായി പോയെങ്കിലും കഴിക്കാൻ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇനി ആരെങ്കിലും ചക്ക വറുക്കാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, പഴഞ്ചക്കയാണോ വരിക്കച്ചക്കയാണോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് മാത്രം ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ കറുമുറാന്ന് കിട്ടുന്ന ആ ചിപ്സ് ഉണ്ടല്ലോ, അതങ്ങ് കിട്ടൂല, അത്രയേ ഉള്ളൂ. ടേസ്റ്റിന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ.